ഉത്സവങ്ങൾക്കൊക്കെ 10 രൂപക്കാരൻ 5 രൂപക്കാരൻ ഒക്കെ വരുമായിരുന്നില്ലേ? ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ അനിയത്തി, പൈസയും വാങ്ങി അതിൻ്റെ അകത്തോട്ടൊരു പോക്കുണ്ട്. അമ്മ കൂടെ വരും, അച്ഛൻ പുറത്ത് പോസ്റ്റാവും. 10 രൂപയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് കുറേ സാധനങ്ങൾ വാങ്ങും. ഒരു കയ്യും കണക്കും ഇല്ലാണ്ട് കണ്ടതൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങൾ പോലെ വാങ്ങിക്കൂട്ടും. കാര്യം എന്താ? 10 രൂപയല്ലേ ഉള്ളൂ. അവസാനം ബില്ലടിക്കുമ്പോൾ പാരൻസ് ഒന്നുമല്ല, ഞങ്ങൾ തന്നെയാണ് ഞെട്ടുന്നത്. എന്താന്ന് വെച്ചാൽ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ഒരു നിശ്ചിത തുക 2 പേർക്കും ആദ്യമേ അങ്ങ് തരും. അത് നമ്മൾ മാനേജ് ചെയ്തോളണം. ഈ ഒരു കടയിൽ കയറി കഴിയുമ്പോൾ തന്നെ കണ്ണിൽ വെള്ളം വരാൻ തുടങ്ങും. പിന്നെ അച്ഛനെയും അമ്മയും ദയനീയമായി നോക്കും. അതിലവർ വീഴും. ചെറിയൊരു തുക വീണ്ടും സഹായിക്കും. അപ്പോൾ ഹാപ്പി. പക്ഷെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് രണ്ടാളുടെയും വാങ്ങിയ സാധനങ്ങളൊക്കെ വീതം വെച്ച് കഴിഞ്ഞ് രണ്ടുപേരും അമ്മയുടെ നേരെ തിരിയും. എൻ്റെ പൈസയിൽ നിന്ന് അമ്മ അത് വാങ്ങി ഇത് വാങ്ങി എന്നൊക്കെ. ആ കൊല്ലത്തെ ഉത്സവം അതോടെ തീരും. ഇതെല്ലാ വർഷവും ആവർത്തിക്കും. എനിക്ക് പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരു കാര്യത്തിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ചെറിയൊരു വ്യത്യാസം അനാവശ്യമായി വാങ്ങാറില്ലെന്ന് തോന്നുന്നു ഇപ്പോൾ. അതും തോന്നൽ മാത്രമാണ്, ഉറപ്പിക്കാൻ പറ്റൂല. വൈറൽ വീഡിയോസ് കണ്ട് ഗുരുവായൂർ കിഴക്കേനടയിലെ പ്രിയങ്ക ഫാൻസിയിലേക്ക് കയറിപ്പോയതാ. പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്രയും സ്പേസ് ഉണ്ടെന്നോ ഐറ്റംസ് ഉണ്ടെന്നോ ഒന്നും തോന്നില്ല. പക്ഷെ അടിപൊളി ഒരു സ്പോട്ട്. ഗേൾസിനെ ഒന്ന് ടോട്ടലായിട്ട് പറയാൻ പറ്റില്ല, എന്നെ പോലെയൊക്കെ ഉള്ളവർക്ക്. സമയമില്ലാത്ത സമയത്തായിരുന്നു അവിടെ താലി കെട്ട് ഇവിടെ പർച്ചേസ്. പക്ഷെ താലി കെട്ടുന്നതിന് മുൻപ് ഞാൻ എന്നിലെ നാഗവല്ലി അവിടെ ഉപേക്ഷിച്ച് മണ്ഡപത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നെ അവിടെ എത്തിക്കാൻ എൻ്റെ കൂടെ വന്നവർ കുറച്ചൊന്നും അല്ല ബുദ്ധിമുട്ടിയത്.